കോഴിക്കോട് നഗരത്തിൽ വൻ തീപിടുത്തം. പുതിയ ബസ് സ്റ്റാൻഡിലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിലാണ് തീ പിടിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് തീ പടർന്നത്. 5 മണിക്കൂറെടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രത്യേക ഫയർ എഞ്ചിൻ അടക്കം സ്ഥലത്തുണ്ട്. ഇതടക്കം മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ 14 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റ് തീയണയ്ക്കാനുണ്ട്. ബിൽഡിംഗിന്റെ 1-ാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. നിലവിൽ തീപിടുത്തം കൺട്രോൾഡാണ്. ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫയർ ലോഡുള്ള സംഭവമാണ്. മാത്രമല്ല ഓരോ സെപ്പറേറ്റ് റൂമുകളാണ്. പിന്നെ 2-3 ഷട്ടറുകൾ തിരിച്ചിട്ട് പാസേജ് ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൽ ചലഞ്ചിങ് ആയി വന്നിട്ടുള്ളത്. ഏകദേശം തീയുടെ അപകടാവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ടുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും കെട്ടിട്ടില്ല. മാത്രമല്ല ഈ വെള്ളമടിക്കുന്നത് മൂലമുണ്ടാകുന്ന സ്മോക്ക് വളരെ ശക്തമാണ്. ആ സ്മോക്ക് പല ഭാഗങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമടിക്കുമ്പോൾ ആ താപനില കൊണ്ടും എന്ത് ചെയ്യും, വെള്ളം ഹീറ്റായിട്ട് ഇതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ കോണിലേക്കും അടിക്കുന്നത് 4 ഭാഗത്തു നിന്നും നമ്മൾ വെള്ളം അടിക്കുന്നുണ്ട്. ഇപ്പൊ 2 പോയിന്റുകളിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. ആ 2 പോയിന്റുകളിൽ നമ്മൾ ആളുകൾ കയറിക്കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BSET ഉപയോഗിച്ചിട്ട് ഫോഴ്സ് എൻട്രി നടത്തിയിട്ട് അതിന്റെ ഉള്ളിലൂടെയും ബ്രാഞ്ച് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ബ്ലൂ പ്രിന്റ് ഒന്നും എടുത്തിട്ടല്ല വരുന്നത്. പെട്ടെന്നൊരു അപകടം പറയുമ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഓടി വരുന്നു. ആദ്യം തന്നെ ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നാണ് റെസ്പോണ്ട് ചെയ്തത്. അതുപോലെ മീൻചന്ത, വെള്ളിമാട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്ന് വാഹനം വന്നു. അതിനുശേഷം മറ്റുള്ള എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും റെസ്പോണ്ട് ചെയ്യുകയുണ്ടായി. പിന്നെ അതുകൂടാതെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വാട്ടർ ബൗസറും ഒരു MTയും ഓൾറെഡി വന്നിട്ടുണ്ട്. നിലവിൽ 14 യൂണിറ്റ് ഫയർഫോഴ്സിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എയർപോർട്ടിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ഈ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ശ്രമിച്ചതും. അതിനുവേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ഇട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ 2 കോണിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഫയർ സ്പ്രെഡ് ആവാതിരിക്കാന്നുള്ളതാണ് നോക്കിയത്. ഫസ്റ്റ് ഫ്ലോറിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൽ ഏത് ഭാഗത്താണെന്നുള്ളത് കൂടുതൽ പരിശോധനയിലേ മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും പരിശോധിക്കും. അത് നാളെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധന നമ്മൾ നടത്തും. ഫയർ ഒറിജിനും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പോഴത്തെ നമ്മളെ പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ ഈ തീപിടുത്തം. ഷബീർ ഉമർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, നമുക്ക് അല്പം മുൻപ് പ്രതികരണത്തിൽ നിന്നും മനസ്സിലായത് ഓവർ ലോഡഡ് ആണ്. പ്രത്യേകിച്ച് വൈദ്യുതി ഉപയോഗം വലിയ രീതിയിൽ ആവശ്യമുള്ള ഒരു കെട്ടിടമാണ്. അവിടെ ഓവർലോഡഡ് ആണ് എന്നത് സൂചനയാണ് പ്രതികരണം നൽകിയ വ്യക്തി നമ്മളോട് പറഞ്ഞത്. നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ്? തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ആകമാനമുള്ള കാര്യം എന്താണ്? അജി, കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെ ഇത്ര വലിയ തീപിടുത്തം അത് ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. തീപിടുത്തം ഉണ്ടായതല്ല ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ തീപിടുത്തം ഉണ്ടായി ഇപ്പോൾ ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുന്നു. ഈ 5 മണിക്കൂർ കഴിഞ്ഞിട്ടും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് നഗരമധ്യത്തിലെ ഒരു കെട്ടിടം, നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഒരു തീപിടുത്തമുണ്ടായി ഇത്ര മണിക്കൂറുകൾ അത് തീ അണയ്ക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമായിട്ടാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആശങ്ക. ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ആരോപണം, ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ കെട്ടിടം ഈ കോർപ്പറേഷന്റെ കീഴിലുള്ള കെട്ടിടമാണ്. അത് അശാസ്ത്രീയമായി, അതായത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അശാസ്ത്രീയമായി കെട്ടിപ്പൊക്കിയതാണ് എന്നതടക്കമുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തീ അണയ്ക്കാനുള്ള പ്രതിസന്ധിയായി പല പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഈ തീപിടുത്തമുണ്ടായി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നതാണ്. ആ സമയം മുതൽ ഇത് കാണുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ വശങ്ങളിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റുകൾ, പ്ലാസ്റ്റിക് അല്ല, ഈ തകര ഷീറ്റുകൾ വെച്ച് മറച്ച ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ അതിനകത്തേക്ക് ഒരു വെന്റിലേഷൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒരു വിൻഡോ സംവിധാനങ്ങളൊന്നുമില്ലാതെ തടസ്സങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന നിലയിലാണ് ഈ വശങ്ങളിലെ ഈ ചുമരിരിക്കുന്ന ഭാഗമുള്ളത്. അപ്പോൾ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വെള്ളം അകത്തേക്ക് കയറാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് JCB അടക്കം ഉപയോഗിച്ച് ചില വശങ്ങൾ പൊളിച്ചാണ് ഈ ഏറ്റവും ഒടുവിൽ അവസാന ഘട്ടത്തിൽ തീ നിയന്ത്രണ വിധേയമാകാത്ത സ്ഥിതി വന്നപ്പോൾ ആ നിലയ്ക്കാണ് ഈ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒപ്പം തന്നെ ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈലിന്റെ, അതായത് തുണിത്തരങ്ങൾ സൂക്ഷിച്ച ഗോഡൌണിനകത്താണ്. അപ്പോൾ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നതും തീ അണയാൻ പ്രയാസമുള്ളതുമായ വസ്തു എന്നതുകൂടി പ്രധാനമാണ്. അപ്പോൾ വെള്ളം അണയ്ക്കുന്ന സമയത്ത് തീ അണയുമെങ്കിലും പിന്നീട് ഈ വെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തിവെച്ചാൽ
പിന്നീട് അടുത്ത ഘട്ടത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും അതേ സ്ഥലത്ത് വലിയ തരത്തിൽ ആളിക്കത്തുന്ന സ്ഥിതിയുമുണ്ടായി. എന്തായാലും തികച്ചും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വലിയ ദൗത്യം വേണ്ടിവന്നു, മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യം, ദുഷ്കരമായ ദൗത്യം എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് കടുത്ത പുക ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള വ്യാപാരികൾ, ഇവിടെ കട നടത്തുന്ന ആളുകൾ പലരും ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ആ നിലയ്ക്ക് മരുന്നിന്റെ ഉൾപ്പെടെ രൂക്ഷഗന്ധമുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ അതിജീവിച്ചാണ് അഗ്നിരക്ഷാസേന ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെല്ലാം തന്നെ സംയുക്തമായി ചേർന്ന് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. എപ്പോഴും പൂർണ്ണമായും അണച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുകളിൽ തീ ഉള്ളിൽ കത്തുന്ന ഭാഗത്ത് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നേരത്തെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊന്നും ഈ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം അത്രയധികം പുകയുണ്ടായിരുന്നു, ആളിക്കത്തുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ കാര്യം വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായതിനു ശേഷമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കെട്ടിടത്തിനകത്തേക്ക്, ഈ തീപിടുത്തമുണ്ടായ ഒന്നാം നിലയിലേക്ക് കയറി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെയാണ് വലിയ തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വന്നത്. അതായത് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇത് തീപിടുത്തം നിയന്ത്രണ വിധേയമാകാത്ത ആദ്യഘട്ടത്തിൽ തന്നെ ആ നിലയ്ക്കൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഒപ്പം തന്നെ അധികൃതരെല്ലാം തന്നെ നൽകിയിരുന്നു. അതിനുശേഷമാണ് മറ്റിടങ്ങളിൽ കൂടി മലപ്പുറത്തു നിന്നടക്കമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തിയത്. ഒപ്പം തന്നെയാണ് എയർപോർട്ടിൽ നിന്നുള്ള, വിമാനത്താവളത്തിൽ നിന്നുള്ള, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രത്യേക അത്യാധുനിക സംവിധാനങ്ങൾ കൂടിയുള്ള ഈ ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി ഇവിടേക്ക് എത്തി. അത് ഈ തീ അണയ്ക്കുന്നതിനുള്ള ദൗത്യത്തിൽ പങ്കാളികളായി. അതിൻ്റെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ പോലും പൂർണ്ണമായും തീ അണയ്ക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ള